നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. സൂപ്പർ ഫോറിലെ ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് മത്സരത്തിൻ്റെ ആദ്യ ഇന്നിങ്സ് കഴിയുമ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തി. ഈ സ്കോർ മതിയോ ബംഗ്ലാദേശിനെ പൂട്ടാൻ? 168 റൺസാണ് നിശ്ചിത 20 ഓവറുകളിൽ ടീം ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചിരിക്കുന്നത്. ടോസ് ലഭിച്ച ബംഗ്ലാദേശ് ബൗൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ പറഞ്ഞത് ടോസ് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യ ബാറ്റ് ചെയ്യുമെന്നായിരുന്നു. ഏതായാലും ഇന്ത്യയുടെ ബൗളിംഗ് വൈവിധ്യമൊക്കെ വെച്ച് ഈ പിച്ചിൽ 168 ചേസ് ചെയ്യുക എന്നുള്ളത് ബംഗ്ലാദേശിന് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഭേദപ്പെട്ട സ്കോർ തന്നെയാണ്, നമുക്ക് വിജയിക്കാവുന്ന സ്കോർ തന്നെയാണിത് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ഈ ഒരു ഇന്നിങ്സിനെ കുറിച്ച് പറയുമ്പോൾ അഭിഷേക് ശർമ്മയും ശുഭൻ ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടിയിട്ട് ആദ്യത്തെ 1-2 ഓവറുകളിൽ ബംഗ്ലാദേശ് മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞപ്പോൾ റണ്ണ് വരാനൊന്നും മടിച്ചു. പക്ഷേ അഭിഷേകും ഗില്ലും ടോപ്പ് ഗിയറിലേക്ക് മാറിയതോടെ റണ്ണൊഴുകുന്ന കാഴ്ചയും കണ്ടു. മികച്ച രൂപത്തിൽ തന്നെ പവർ പ്ലേ കംപ്ലീറ്റ് ചെയ്തു. അതിന് തൊട്ട് പിന്നാലെ ഗില്ല് പുറത്തായി. ഗില്ല് പുറത്താകുമ്പോൾ 7ാമത്തെ ഓവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യക്ക് 77 റൺസായിരുന്നു. 19 പന്തിൽ നിന്ന് 29 റൺസാണ് ഗില്ലടിച്ചത്. 2 ഫോറുകളും 1 സിക്സും ആ ബാറ്റിൽ നിന്ന് പറഞ്ഞു. അഭിഷേക് ഒരു ഭാഗത്ത് നിന്ന് പൊളിച്ചടുക്കുകയായിരുന്നു. അപ്പോഴും ശിവം ഡ്യൂബയെ പ്രൊമോട്ട് ചെയ്ത് വിട്ടു. പക്ഷേ അദ്ദേഹം 2 റൺസുമായിട്ട് മടങ്ങി. സൂര്യകുമാർ യാദവ് അഭിഷേകിന് കൂട്ടായിട്ടെത്തി. അവിടെ ബംഗ്ലാദേശിന്റെ കിടിലൻ ഫീൽഡിങ് അത് അഭിഷേകിന് പുറത്തേക്കുള്ള വഴി കൊടുത്തു. 37 പന്തിൽ നിന്ന് 6 ഫോറും 5 സിക്സറും അടക്കം 75 റൺസ് അടിച്ച അഭിഷേക് റൺഔട്ടായിട്ട് മടങ്ങി. ആ റൺഔട്ടോടുകൂടി ഇന്ത്യൻ ബാറ്റിങ്ങിന്റെ മൊമെന്റം പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം വീഴുന്നത് 12ാമത്തെ ഓവറിന്റെ തുടക്കത്തിലാണ്. ഇന്ത്യക്ക് അപ്പോൾ 112 റൺസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് പിന്നീട് കാര്യങ്ങൾ അത്ര സ്മൂത്തായിട്ട് പോയില്ല. സൂര്യകുമാർ യാദവ് 5 റൺസുമായിട്ട് പോയി. മുസ്തഫിസുർ റഹ്മാന്റെ പന്തിൽ ജയ്ക്കർ അലി പിടിച്ച് പുറത്താവുകയായിരുന്നു. ഹാർദിക് പാണ്ഡ്യ ഒരു ഭാഗത്ത് നിൽക്കവേ തിലക് വർമ്മ ക്രീസിലേക്ക് എത്തി. റണ്ണെടുക്കാൻ ബുദ്ധിമുട്ടി. 7 പന്തിൽ നിന്ന് 5 റൺസ്. അദ്ദേഹം മടങ്ങി. സഞ്ജുവിനെ അപ്പോഴും ക്രീസിലേക്ക് വിട്ടില്ല. അക്സർ പട്ടേലിനെ വിട്ടു. അക്സർ പട്ടേൽ 15 പന്തുകളിൽ നിന്ന് വല്ല വിധേനയും 10 റൺസ് ഒപ്പിച്ചെടുത്തു. എന്നാൽ ഹാർദിക് പിന്നീട് 4 ഫോറും 1 സിക്സറൊക്കെ അടിച്ച് 29 പന്തിൽ നിന്ന് 38 റൺസിന്റെ ഒരു സ്കോർ ഉയർത്തി. അവസാന പന്തിൽ അദ്ദേഹം ഔട്ടായി. ഏതായാലും 169 റൺസാണ് ബംഗ്ലാദേശിന് വിജയിക്കാൻ വേണ്ടത്. ഈ പിച്ചിൽ അത് അത്ര എളുപ്പമല്ല. ഇന്ത്യൻ ബൗളിങ്ങിന്റെ വൈവിധ്യം കൂടി ചേരുമ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.